നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പും അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മ്യൂച്വലി രണ്ടുപേരും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ദെൻ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് എപ്പോഴും ബഹളവും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പ്രണയിക്കുന്ന എല്ലാവരും, അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന എല്ലാവരും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്വപ്നം കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹാപ്പി റിലേഷൻഷിപ്പിന് വേണ്ട ഒരു 8 കീവേഡ്സ് എന്തൊക്കെയാണെന്നാണ്. സോ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോകുന്നു. ആക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്റ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ശരിക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. സോ നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവരുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളും അവരുടെ പോസിറ്റീവായിട്ടുള്ള വശം നമുക്കറിയാം. ബട്ട് ഈ നെഗറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് കൂടുതൽ മുൻഗണന കൊടുക്കാതെ അവരുടെ നല്ല കാര്യങ്ങളും അവരെ കുറേ നിങ്ങളെന്ത് ചെയ്യുക, അതിനകത്ത് അവരെ ഇൻസ്പയർ ചെയ്തിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക. സോ നമുക്കും നെഗറ്റീവ്സ് ഉണ്ടാവും. സോ നമ്മൾക്ക് രണ്ടുപേർക്കും ചില നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. സോ നമ്മളൊരിക്കലും ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നാൽ ആ നെഗറ്റീവ് മാത്രം വെച്ചിട്ട് സംസാരിക്കരുത്. സോ ആ നെഗറ്റീവ് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക. സോ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ തോട്ട്സ് ആണോ ഉള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ തന്നെ ഈ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോഴും കൂടുതൽ നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴും ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എല്ലാവരും പറയും ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുന്നത്. സോ അത് നാച്ചുറലാണ്. ബട്ട് ഈ നെഗറ്റീവ്സ് മാത്രം അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. സോ നമ്പർ 2, ഹ്യൂമിലിറ്റി. നമ്മൾ ഈ വിനയം എന്നൊക്കെ പറയില്ലേ, സോ അതിൻ്റെ ഒരു ടേമാണ് ഈ ഹ്യൂമിലിറ്റി. നമ്മളെപ്പോഴും ഹമ്പിൾഡ് ആയിരിക്കണം. അതായത് മറ്റൊരാളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടെങ്കിൽ അത് നമ്മൾ തിരുത്താനും തയ്യാറാവണം. ഒരു ഈഗോ ഒക്കെ വെച്ചിരിക്കില്ലേ, അതായത് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ രണ്ടുപേരും ഈഗോ അടിച്ചിരിക്കുകയെന്നറിയില്ലേ. സോ അതൊക്കെ എന്ത് ചെയ്യണം, മാറ്റണം. അതായത് ഈ ഈഗോ പ്രശ്നം തന്നെയാണത് മുഴുവൻ മോറലി റിലേഷൻഷിപ്പൊക്കെ ഒരു ബ്രേക്കൊക്കെ വരാൻ കാരണം ഈ ഈഗോ ആണ്. അവൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അവനത് തിരുത്തണം, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാറില്ലേ. സോ അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിൻറ്റ്. സോ നമ്പർ 3, ആക്ട് ജനറസ്ലി ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് സ്കോർ. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെയിം ടീമിൽ തന്നെയാണ്. നിങ്ങളുടെ ഓരോ സ്കോറും ആ ടീമിൻ്റെ സ്കോറാണ്. അത് മനസ്സിലാക്കുക. സോ അതുകൊണ്ടൊരിക്കലും പരസ്പരം കോമ്പറ്റീഷൻ ഉണ്ടാക്കരുത്. രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ഒന്നും തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെക്യൂർഡ് ആയിരിക്കും, രണ്ട് കൂട്ടുകാർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. നമ്പർ 4, 2 വേ കമ്മ്യൂണിക്കേഷൻ. റിലേഷൻഷിപ്പ് എന്നത് ഒരു 2 വേ സ്ട്രീറ്റ് പോലെയാണ്. നിങ്ങൾ സംസാരിക്കണം, അതേപോലെ മറ്റേയാൾക്കും സംസാരിക്കണം. അതേപോലെ നിങ്ങൾ കേൾക്കണം, മറ്റേയാളും കേൾക്കണം. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റേയാൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായി എന്നത് ഉറപ്പുവരുത്തണം. അതേപോലെ തിരിച്ചും. ഒരു നല്ല കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കീവേഡ്സ് പറയാം. സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് സംസാരിക്കുക. ദെൻ പറയുന്നതിന് മുമ്പ് അതെങ്ങനെ പറയണം എന്നൊരു ചെറിയൊരു ധാരണയിൽ ആദ്യം എത്തുക. മറ്റേയാൾ സംസാരിക്കുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ കീവേഡ്സ്. നമ്പർ 5, റപ്ചർ ആൻഡ് റിപ്പയർ. ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നവർ അവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നവരാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകുക. നമ്പർ 6, പേഷ്യൻസ്. നമ്മളെല്ലാവരും ക്ഷമയുള്ളവരായിരിക്കണം. നേരത്തെ പറഞ്ഞ ക്ഷമയല്ലത്, ബി പേഷ്യൻറ്റ്. നമ്മളെല്ലാവരും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. ജസ്റ്റ് വെയിറ്റ്. നമ്പർ 7, ഷെയറിങ് യുവർ നീഡ്സ്. ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സ് വായിക്കാനൊന്നും സാധിക്കില്ല. എല്ലാവരും മെൻ്റലിസ്റ്റ് ഒന്നും അല്ലല്ലോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരും മറ്റേയാളോട് ചോദിക്കുക, അല്ലെങ്കിൽ അവരോട് പറയുക. നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരാനായിട്ട് മനസ്സുള്ളവരായിരിക്കും നമ്മുടെ പാർട്ട്ണറും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ മറ്റേയാളോടും പറയുക, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന്, നമുക്ക് ശരിയാക്കാമെന്ന്. ദാറ്റ് മേക്സ് അതർ പേഴ്സൺ മോർ കംഫർട്ടബിളി ആൻഡ് ഹാപ്പി. നമ്പർ 8, നോവൽറ്റി. പുതുമ. ഒരുമിച്ച് പുതിയ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുക. രണ്ടുപേർക്കും അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് രണ്ടുപേരുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഉണ്ടാക്കും. നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ധാരണയോ ഒന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് അത് നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ഭയങ്കര എന്താ പറയുക, നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് രണ്ടുപേർക്കും തരുന്നത്. സോ അത് പിന്നീട് നമുക്കൊരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും. സോ ട്രൈ ന്യൂ തിങ്. അതായത് രണ്ടുപേരും പെട്ടെന്ന് പുതുതായിട്ടൊരു കാര്യം ചെയ്തു. സോ നിങ്ങൾക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് പുതിയൊരു കാര്യമാണ്. ബട്ട് അത് പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് ഓർക്കും. നമ്മൾ അന്ന് പുതിയതായിട്ട് ഒരു കാര്യം ചെയ്ത് ഓർമ്മയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതൊരു ഭയങ്കര മെമ്മറി ആയിട്ട് മാറും. സോ ഇന്ന് പറഞ്ഞ 8 കീവേഡ്സും നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. സോ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലുണ്ടാവും. സോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ബൈ ബൈ.